ശ്രീ ടി ജി ഐസക്, സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക്. എന്തായാലും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്കളുടെ ഒരു പുതിയ സ്ഥാനലബ്ധി. വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, സമീപകാലത്തുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, അനവധിയായ പ്രശ്നങ്ങൾ, അത് സംസ്ഥാന നേതൃത്വം പോലും ഇതുവരെ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ കൂടിയാണ്. അപ്പോൾ ഒരു DCC അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കളെ കാത്തിരിക്കുന്നത് ഒരു ഭാരിച്ച ചുമതലയാണെന്നുള്ളതിൽ തർക്കമില്ല. എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ, ശ്രീ ടി ജി ഐസക്? താങ്ക് യു മാഡം. ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എന്നെ നിയമിച്ചതായി ഇന്നലെ KC വേണുഗോപാലും അതുപോലെ KPCC അധ്യക്ഷൻ എന്നെ അറിയിക്കുകയുണ്ടായി. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒറ്റക്കെട്ടായി പാർട്ടിയെ മുമ്പോട്ട് നയിക്കുക, വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ്. പാർട്ടിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്ത പാർലമെൻറ്റ് നിയോജക മണ്ഡലമാണ്. ആ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് വയനാട്, അതിന് കൽപ്പറ്റ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പലപ്പോഴും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പാർട്ടിയെ ഒറ്റക്കെട്ടായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വിജയം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കളുടെ ക്ലീൻ ഇമേജാണ് താങ്കളെ DCC അധ്യക്ഷനാക്കാൻ മറ്റൊരു പേരിലേക്ക് എത്താതെ തന്നെ കോൺഗ്രസിന് കാരണമായതെന്ന് ഞങ്ങൾ നേരത്തെ വാർത്തയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ആകെ കോൺഗ്രസിൻ്റെ ഇമേജ് മോശമായൊരവസ്ഥയിലാണ് താങ്കളെ കൊണ്ടുവരുന്നത്. താങ്കളാണെങ്കിൽ ഒരു ക്ലീൻ ഇമേജ് ഉള്ളയാൾ. അപ്പോൾ പാർട്ടിയുടെ കൈമോശം വന്നു പോയ ഇമേജ് വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? ഞാനങ്ങനെ പാർട്ടിയുടെ ഇമേജ് പോയി എന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം ഒരു ജനാധിപത്യ സംഘടന എന്ന നിലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വലിയ വാർത്തയായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമേ ഉള്ളൂ. അല്ലാണ്ട് പാർട്ടിയുടെ ഇമേജ് പോയി എന്നോ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു പരിഹരിക്കാൻ പറ്റാത്തതായിട്ടോ പാർട്ടിക്കൊരു അടിസ്ഥാനപരമായ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സംഘടനാ രംഗത്ത് ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു 4 പതിറ്റാണ്ടായി വയനാട്ടിലെ രാഷ്ട്രീയം വളരെ എല്ലാ ഹൃദയസ്പന്ദനങ്ങളും എനിക്ക് അറിയാവുന്ന ആളാണ്. ഞാനിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ 1.5 പതിറ്റാണ്ടായി. പക്ഷേ പാർട്ടി പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഞാൻ അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ജില്ലയുടെ എവരി ന്യൂക്ക് ആൻഡ് കോർണർ എനിക്കറിയാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളിലോ വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഞാൻ ഈ പിന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കതിൽ സ്വാംശീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കതിൻ്റെ എല്ലാം കോൺഗ്രസിൻ്റെ പാരമ്പര്യവും നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഈ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് 100% ഉൾക്കൊണ്ടുകൊണ്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലീൻ ഇമേജ് ഞാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഒക്കെ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഞാനെന്നും പാർട്ടിക്ക് വിധേയമായി പാർട്ടിയുടെ ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്കറിയാം, എൻ ഡി അപ്പച്ചനാണെങ്കിൽ വളരെ മികച്ച ഒരു സംഘാടകൻ. 1.5 പതിറ്റാണ്ട് കാലം പാർട്ടി അവിടെ നയിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ ഈ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഒരു പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രാജിയിലേക്ക് പോയിരിക്കുന്നതെങ്കിൽ അത് എൻ ഡി അപ്പച്ചൻ എന്നൊരു വ്യക്തിയുടെ മാത്രം പരാജയമാണ്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം മാത്രം ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഈ സംഘടനാ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അതിലൊരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം ഞാനിപ്പോൾ ചുമതല ഏറ്റിട്ടില്ല, പ്രസിഡൻ്റായി നിയമിച്ചു. മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അത് എന്താണെങ്കിലും ഞാൻ അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നില്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പൊതുസമൂഹത്തിലും പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് മോശകരമായ ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം മകന്റെയും ദൗർഭാഗ്യകരമായ മരണത്തിൽ തർക്കമില്ല. ശ്രീ ഐസക്, ഈ NM വിജയന്റെയും മകന്റെയും ദൗർഭാഗ്യകരമായ മരണത്തിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചിരുന്നോ? അല്ല, ഞാൻ പാർട്ടിക്ക് പാളിച്ചകൾ സംഭവിച്ചു എന്നൊന്നും ഞാൻ അക്കാര്യത്തിൽ ചിന്തിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ വന്നല്ലോ, അദ്ദേഹത്തിൻ്റെ
പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു സമയക്രമത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്താണെങ്കിലും പാർട്ടിയെ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അവസാനം പണം കൊടുത്ത് തീർത്തല്ലോ, ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ആ 2 മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് ഇന്നലെ പത്മജ പറയുന്നത് കേട്ടു. ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മുമ്പോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പ്രസിഡന്റായി ചുമതല ഏറ്റിട്ട് പോലുമില്ല. ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തൽക്കാലം അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാനത് എന്താണെങ്കിലും ആ വിഷയം അവസാനിച്ചല്ലോ. ഇപ്പം അതിനകത്ത് നടപടിക്രമങ്ങളിലുള്ള എന്തെങ്കിലും അല്ലാതെ പാർട്ടി പറഞ്ഞ പൂർണ്ണമായിട്ടും തുക അവർ അത് ബാങ്കിലടച്ച് അവരുടെ ആധാരം തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അപ്പം നമുക്കിപ്പോൾ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്ന അതൊരു കഴിഞ്ഞല്ലോ ആ വിഷയം.